ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ അച്ഛനും മക്കളോട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ നേരെ പല്ല് തേക്കുന്നതേ ഉള്ളൂ. അപ്പം ഇനി എൻ്റെ കുളിയൊക്കെ കഴിയണം. അവരൊക്കെ നേരത്തെ കുളിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടന് പോകണ്ടാത്ത ദിവസം ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഏട്ടനെ കൊണ്ട് തന്നെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നേരം ഇരുന്നത്. അപ്പോൾ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും. പിന്നെ വിചാരിച്ചു എല്ലാവർക്കും അപ്പോഴത്തേനും വിശന്നു. അപ്പം കുളിച്ചു കഴിഞ്ഞാൽ ഒരു വിശപ്പുള്ളതാണല്ലോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ നേരെ ഒരു ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിക്കാൻ സ്നാക്സ് അല്ല, ഈ ചീനി വറുത്തതില്ലേ, കപ്പ വറുത്തത്, അതിരിപ്പുണ്ടായിരുന്നു. അതുകൂടെ കൊടുത്തിട്ട് താൽക്കാലിക ആശ്വാസം ആവട്ടെ എന്ന് കരുതി കേട്ടോ. എന്നിട്ട് പെതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ഏകദേശം സെറ്റ് ആവും കേട്ടോ. ഒന്നും ചായ രാവിലെ ഞാൻ സാധാരണ പിള്ളേർക്ക് എണീക്കുമ്പോഴേ ചായ കൊടുക്കാറില്ല. ഒന്ന് കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടാണ് ചായ കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ ഇന്നേ നേരെ തിരിച്ച് ചായ കൊടുത്തു കേട്ടോ. കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ ആണെങ്കിൽ അപ്പവും ചമ്മന്തി ആക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് തലേദിവസം തന്നെ. അപ്പോൾ അതാ ചമ്മന്തി, സിമ്പിളായിട്ടുള്ള ചമ്മന്തി, പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടൊരു ചമ്മന്തി കേട്ടോ. ഒരു കുറച്ച് 2-3 ചെറുകുള്ളിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ചമ്മന്തി. അത് എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തൊന്ന് വഴറ്റിയെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ ചമ്മന്തിയുടെ പ്രോസസ്സിങ് ഒക്കെ. നമ്മൾ ഒരുപാട് എൻ്റെ കുറേ വീഡിയോസിനകത്തൊക്കെ നിങ്ങൾ ഇതേ സെയിം ചമ്മന്തി തന്നെ കുറേ കാണിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇത് കേട്ടോ. ഏട്ടനാണെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ വലിയ എരിവില്ലാത്തതുകൊണ്ട് പിള്ളേർക്കും കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ രാവിലെ, അതുമല്ല ഒരുപാട് ലേറ്റ് ആയല്ലോ, പിന്നെ കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഒരുപാട് താമസിക്കും. ഇതാകുമ്പോൾ അത്രയും താമസമൊന്നുമില്ല, പെട്ടെന്ന് ആയി കഴിയും. ഞാൻ ആ കയ്യിൽ കയ്യേറിയിട്ടേക്കുന്നത് ഉള്ളി അരിയാൻ മറ്റോ എടുത്തതാണ് കേട്ടോ. പിന്നെ വിരലുടെ കൈ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഊരുക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഊരുക. അതുകൊണ്ടാണത് വീണ്ടും കൈ കിടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, അതൊന്ന് ചതച്ച് നമ്മൾ മിക്സിക്കകത്ത് നല്ലപോലെ അരയരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതിനകത്തിട്ട് 2-3 ഇളക്കുക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സിമ്പിൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പവും കൂടെ പതുക്കെ ചുട്ടെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ഇതാ നമ്മുടെ അപ്പമൊക്കെ ഇപ്പം അപ്പമൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പുളിച്ച് പൊങ്ങിയിട്ടില്ല. അത് ഞാനിങ്ങനെ ഇരിക്കുക. രാവിലെ വേണമെങ്കിൽ നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് പുളിച്ച് പൊങ്ങും കേട്ടോ. സോഡാപ്പൊടി അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വലുതായിട്ട് ചേർക്കാറില്ല എല്ലാ ദിവസവും. പിന്നെ ചിലപ്പോഴൊക്കെ ചേർക്കും കേട്ടോ, ചിലപ്പോഴൊക്കെ ചേർത്ത് കൊടുക്കും. ഇന്നെന്തായാലും ഞാൻ ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, പഞ്ചസാരയും ചേർത്തിട്ടില്ല. ഈ പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒരു 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ പഞ്ചസാരയും എന്തായാലും ചേർത്തിട്ടില്ല, സോഡാപ്പൊടിയും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു അപ്പമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ വ്യത്യാസമൊന്നും ഇല്ല ഗൈസ്. വലിയ ടേസ്റ്റിനും നമ്മുടെ സോഡാപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല, കുറച്ചുകൂടെ വീർക്കും എന്നല്ലാതെ. അപ്പോൾ അതാ നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ അപ്പമൊക്കെ തയ്യാറാകുന്നതിൻ്റെ സമയത്തിനിടയ്ക്ക് ഞാൻ ഏട്ടൻ്റെ അടുത്തോട്ട് പോയതാണ് കേട്ടോ. ഏട്ടൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഏട്ടൻ അങ്ങനെ ക്യാമറയിൽ വീഡിയോയ്ക്കകത്തൊന്നും വരുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് കൂടുതലും വീഡിയോസിനകത്തൊന്നും കാണാത്തത്. വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാൻ വെറുതെ എന്താ എടുക്കുവാന്ന് നോക്കിയതാണ്. പിന്നെ എന്ത് ചെയ്തു, അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ നമ്മൾ രാവിലെ ചായയിട്ട് തന്നെ ബാക്കി കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു. അത് കൈയോടങ്ങ് കാച്ചി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും, പിന്നെ അത് പാല് പന്നലായി പോവുകയും ചെയ്യും. അപ്പം പിന്നെ അതുകൂടെ നടത്തിയിട്ട് പിന്നെ നേരെ ഞാൻ കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ പോവാണ് കേട്ടോ എല്ലാവർക്കും കൂടെ. അപ്പോൾ എല്ലാവരും അവിടെ കഴിക്കാൻ വേണ്ടി റെഡിയാ നിൽക്കുകയാണ്. അപ്പം ഞാൻ എല്ലാം പാത്രവും കഴിക്കാനുള്ള അപ്പവും അതുപോലെ ചമ്മന്തി എല്ലാം മേശപ്പുറത്ത് കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് ചായ ഇടലൊന്നും ഇല്ല കേട്ടോ. വേണം ഏട്ടൻ പറയുവാണെങ്കിൽ മാത്രമേ ഏട്ടന് വിട്ടു കൊടുക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ 2 പ്രാവശ്യം ഒന്നും ചായ ഇടാറില്ല. അപ്പം പിന്നെ എല്ലാവരുടെയും പാത്രമൊക്കെ അവരൊരു പാത്രമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം പിന്നെ അവർ ഏട്ടനാണെങ്കിൽ അവർക്ക് 2 പേർക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കഴിച്ചോളും. കാശി വലിയ കുഴപ്പമില്ല, കുഞ്ഞാണ് വീണ്ടും നമ്മൾ വാരി കൊടുത്തോണ്ടിരിക്കേണ്ടത്. പിന്നെ അവർക്ക് 2 പേർക്കായിട്ട് മുറിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ പാല് വെച്ചിട്ടാണല്ലോ വന്ന് നിൽക്കുന്നത്. അപ്പം പാലൊക്കെ ആ സമയത്തിന് തിളച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് മാറ്റിയിട്ട് കൈയോട് കൂടി നമ്മുടെ ചോറിനുള്ള വെള്ളം കൂടെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം അത് ആ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അരിയൊക്കെ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചോറൂടെ വേവിച്ചിട്ട് റൈസ് കുക്കറിനടുത്തോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ചോറിൻ്റെ പുറകെ പോകണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ കൈയോട് തന്നെ ചോറൂടെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചത്. ഇതാ അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേന് ഞാൻ റൈസ് കുക്കറിനകത്തോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മുറുക്കി അടച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ എനിക്ക് കുറേ തുണി കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ നമുക്കൊന്ന് സോപ്പ് പൊടിക്കാതെ കുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് കുറേ നേരം കഴിയുമ്പോൾ നമുക്കൊന്നിച്ചിട്ട് അലക്കാമെന്ന് കരുതി. അപ്പോൾ അത് ആ കൈയോട് തന്നെ അതുകൂടെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിന്നത്തേന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങ് മടിച്ചു പോകട്ടോ. മടിക്കാതിരിക്കാനും സോപ്പ് പൊടിക്കാതെ മുക്കി വെക്കുന്നത്. സോപ്പ് പൊടിക്കാതെ മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അലക്കി എടുത്തിരിക്കും കേട്ടോ. സോപ്പ് പൊടിക്കാതെ മുക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പിന്നാട്ടെ എന്ന് വിചാരിച്ച് വൈകുന്നേരം വരെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലും വേറെ സോപ്പ് പൊടിക്കാതെ അങ്ങ് മുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ സോപ്പ് പൊടി എൻ്റെ കൂടെ 2 ഉണ്ട് കേട്ടോ കൂടെ തന്നെ. അപ്പോൾ ഈ സോപ്പിൻ്റെ പദം ഇങ്ങനെ വരുന്ന കളിച്ചുകൊണ്ടേയിരിക്കും. എപ്പോൾ ഞാൻ തുണി കഴുകി ഇറങ്ങിയാലും ഇതാണ് കേട്ടോ പാട്. ഇവരെ ഇങ്ങനെ നിയന്ത്രിച്ച് നിൽക്കണം, എന്താ സോപ്പ് പൊടിക്കകത്ത് എടുത്ത് കളിക്കാതെ. അപ്പം ഈ സോപ്പ് പൊടിയൊക്കെ അത്ര ഞാനങ്ങനെ സോപ്പ് പൊടി ഇട്ടിട്ട് തുണി കഴുകാറില്ല. ചിലപ്പോഴൊക്കെയാണ് കേട്ടോ ഈ ഇങ്ങനെ സോപ്പ് പൊടിക്കകത്ത് കുത്തിവെക്കുക, അല്ലെങ്കിൽ കയ്യോടെ എടുത്തോണ്ട് പോകുന്ന കഴിയും. അങ്ങനെ ഉച്ചക്കത്തിനുള്ള വിഭവങ്ങൾക്കുള്ള പ്രിപ്പറേഷൻ ആയിട്ടോ. ഞാൻ പിന്നെ പോയി നോക്കിയപ്പം കുറച്ച് കുഞ്ഞു ചേമ്പുകൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ചേമ്പുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ കരുതിയെങ്കിൽ പിന്നെ നമുക്കൊരു ചേമ്പ് കറി അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമുക്ക് കുഞ്ഞു ചേമ്പാണ്, അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചത് എന്തോ ഒരു ചേമ്പ് കറിയും അതുപോലൊരു രസവും വെക്കാമെന്നാണ് കേട്ടോ. അപ്പം ഞാൻ രസമല്ല, വറുത്തരച്ച കറി. അപ്പോൾ ദാ ഞാൻ വറുത്തരച്ച കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ വറക്കുന്നത്. അതിനെ കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും ഉലുവയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് പിന്നെ പൊടികളായ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ആ ചേമ്പ് ഞാൻ അരിഞ്ഞു വെച്ചേക്കാൻ ചേമ്പൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടു. പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുക്കറിനകത്തോട്ട് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതിനകത്തോട്ട് പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കേട്ടോ. 2 പച്ചമുളകും ഇട്ട്, കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചേക്കോ ചേമ്പിൻ്റെ കഷ്ണം ഇട്ട്, കുറച്ച് ഉപ്പൂടിട്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വേവിക്കാനുള്ള വെള്ളം കൂടി ഇട്ട് തിളപ്പിക്കുക. 2-3 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചേമ്പിൻ്റെ വേവിനനുസരിച്ച് മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം തൈരുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, മോരുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം നമുക്കിവിടെ മോരില്ല, കുറച്ച് പുളി ചേർത്തിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വേവിക്കാം. ആ സമയത്ത് ഞാൻ വിചാരിച്ച ഒരു മാങ്ങ ഇടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊരു പച്ചമാങ്ങ ജ്യൂസ് അടിക്കാമെന്ന് കരുതി. അപ്പം ഭയങ്കര ചൂടാണല്ലോ ഇപ്പോൾ. ഞാൻ ആ മാങ്ങ എടുത്തിട്ട് അരിഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മിക്സിയിൽ, ഈ അരിയുന്നതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ 2 കാന്താരിയും ഇഞ്ചിയൊക്കെ ചേർക്കണമെന്നല്ല, ഞാൻ ഇഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാന്താരി പിള്ളേർക്ക് കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് ചേർത്തിട്ടില്ലായിരുന്നു. പക്ഷെ എന്ത് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം കൊണ്ട് ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇനി നമുക്ക് മിക്സിക്കകത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇച്ചിരി ഒരു നുള്ളുപ്പും ഒരു 2 സ്പൂൺ പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അപ്പോൾ അത് ആ മാങ്ങ ചെറുതായിട്ടൊന്ന് അരഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പഞ്ചസാരയോട് ചേർത്ത് കൊടുത്തത്. അപ്പം മധുരത്തിന് കുറച്ച് മധുരം അധികം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ 2 സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പുളിയും നല്ലൊരു ഉപ്പും പുളിയും എല്ലാം ആകുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അരിപ്പയ്ക്കകത്തുനിന്ന് അരിച്ചെടുക്കാൻ നോക്കിയപ്പോഴത്തേനും കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ നല്ലപോലെ അരച്ചിട്ട് പിന്നെ അരിച്ചൊന്നും എടുത്തില്ല കേട്ടോ. വേണമെങ്കിൽ അരിച്ചെടുക്കാൻ പറ്റുന്നവർ വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഇച്ചിരി വലിയ അരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കത് അരിച്ചെടുക്കാൻ ഭയങ്കര മടിയായതുകൊണ്ടാണ് അരിച്ചെടുക്കാഞ്ഞത്. അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല, അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 2-3 കഷ്ണമൊക്കെ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ, കടിക്കാൻ കിട്ടുമല്ലോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും. അപ്പം ഞാൻ കൈയോടെ തന്നെ ഏട്ടനും പിള്ളേർക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ പഴുത്ത മാങ്ങയെക്കാളും കുറച്ചുകൂടി ഇഷ്ടമാണ് ഈ പച്ചമാങ്ങയുടെ ടേസ്റ്റ്. കാരണം എനിക്ക് കുറച്ച് ഉപ്പും പുളിയൊക്കെ ഇഷ്ടമുള്ള ആളായതുകൊണ്ടാവും കേട്ടോ അങ്ങനെ. അപ്പോൾ അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞ് ഞാനും കുടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു റിഫ്രഷിങ് ഫീലാണ് നമ്മുടെ ഈ ചൂടിൻ്റെ സമയത്ത് ഇതൊക്കെ കുടിക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് നട്ടുചെയ്യാതിന് മുമ്പ് തന്നെ നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയില്ലേ ചൂട് കൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കറിയുടെ പണി കൂടെ ഞാൻ സൈഡിൽ കൂടെ നടത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ കടുവൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയും തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഞാൻ പുളിവെള്ളമൊക്കെ അവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ അരപ്പുണ്ടല്ലോ, നേരത്തെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മൂപ്പിച്ച് വെച്ചിരുന്നു, അതൊക്കെ ഞാൻ അരച്ചും സൈഡിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അരപ്പങ്ങ് കൈയോടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ രസത്തിൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈസി ഒരു രസം. പിന്നെ ഈ കറിക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ, കായം ഇല്ലെങ്കിൽ കായപ്പൊടി ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതാണ് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് അത്. അപ്പോൾ അതോടെ ചേർത്ത് നമ്മുടെ കറി ഏകദേശം തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് വാങ്ങിക്കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ചേമ്പ് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പൂടെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ ചേമ്പിൻ്റെ ഏകദേശം വെന്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടിക്കകത്തത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആ ചട്ടി ഒന്ന് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ള സാധനങ്ങളെല്ലാം ശരിയാക്കി എടുക്കാം. തേങ്ങ ഞാൻ ചിലവ് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ എടുത്തു, അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് ചുമന്നുള്ളിയും ഇട്ടിട്ട് കുറച്ച് ജീരകം കൂടെ ഇട്ടു കേട്ടോ. അതാണ് നമുക്കിതിനുള്ള അരപ്പിൻ്റെ സാധനങ്ങൾ. അപ്പം നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യമേ തന്നെ കടു താളിച്ചെടുക്കുന്ന പോലെ തന്നെ എടുക്കാം കേട്ടോ. പിന്നെ രണ്ടാമതൊരു കടു താളിപ്പിൻ്റെ ആവശ്യമില്ലല്ലോ, ഗ്യാസിലാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോഴത്തേനും കടുവും കൂടി ഇട്ട് കൊടുത്തിട്ടോ. വറ്റമുളക് ഉള്ളപ്പം വറ്റമുളകോട് ചേർത്ത് കൊടുക്കണം. വറ്റമുളകും കറിവേപ്പിലയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതാ നേരെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പോട് ചേർത്ത് വെച്ചാൽ പിന്നെ ഞാൻ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഉടച്ച് കറിയാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പം ആ ചേമ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കടിക്കാശത്തുള്ളതൊക്കെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. എനിക്കാണെങ്കിൽ ഇച്ചിരി ഉടഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനിയൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം നോക്കിയേ ചെയ്യണ്ട കേട്ടോ. അതിന് ഉൾക്കൊള്ളിക്കാൻ ഇച്ചിരി 1/4 ഭാഗം മാത്രമേ ഉള്ളൂ നമ്മുടെ കറിയുടെ അടവ്. അതുകൊണ്ട് അത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേ വേണ്ട. പിന്നെ ചട്ടിക്കകത്ത് വെക്കുന്ന നല്ല ടേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വലിയ ചട്ടി എടുത്തതെന്ന് മാത്രം കേട്ടോ. പച്ചക്കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത ചട്ടിയായിരുന്നു. അപ്പോൾ ഇവർ ശബരിമലയിലൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ മീനൊന്നും വെക്കുന്ന ചട്ടിയിൽ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇനി ഒരു ചട്ടി വാങ്ങിച്ച് വെച്ചത് കേട്ടോ. ഇപ്പോൾ ഞാനത് ചിക്കനൊക്കെ വെക്കുന്നുണ്ട് എങ്കിലും. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും അതിനകത്ത് നമ്മൾ മോരുണ്ടെങ്കിൽ മോര് ഒഴിച്ചു കൊടുക്കണം. മോരിന് പകരം പുളിയാണെങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കണം. ഞാനാണെങ്കിൽ പുളിയും മോരും ഒഴിച്ചു കൊടുത്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പുളിങ്കറി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിനും പുളി അതിനും പുളി എല്ലാം കൂടെ ഒരു പുളി ആക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പോട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇളക്കി വാങ്ങി വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ഒരു കറിയാണ്. അവസാനം ഞാൻ വാങ്ങാൻ നേരത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കറിവേപ്പിലയും വറ്റമുളകും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർഫുൾ ആയേനെ. അതൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മളത് ചേർത്തിട്ടില്ല. അപ്പം പിന്നെ കുഴപ്പമില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ നമ്മുടെ ഒരു പണ്ട് മുതലേ ഉള്ളൊരു ശൈലി. അപ്പോൾ അതാ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കാണാം.